ഈശോ മാഗ്ദലാദിൽ വെച്ച് ആജ്ഞാനികളുടെ ഒരു വിഗ്രഹം കത്തിച്ചു കളയുന്നു. ആഷ്കലോണും അവിടുത്തെ പച്ചക്കറിത്തോട്ടങ്ങളും ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമായി തീർന്നു. സുന്ദരമായ ഒരു പ്രഭാതത്തിൻ്റെ കുളിർമയും ഈശോയും അപ്പസ്തോലന്മാരും കടൽ തീരത്ത് നിന്നും ഉൾനാട്ടിലേക്ക് നടക്കുന്നു. നല്ല ഫലഭൂയിഷ്ടമായ സമതലത്തിലേക്ക് കടന്നു നിൽക്കുന്ന ഏതാനും കുന്നുകളെ ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര. നല്ല വിശ്രമവും ഭക്ഷണവും മറ്റും ലഭിച്ചതിനാൽ നല്ല സന്തോഷമാണ്. ഉത്സാഹത്തോടെ അനനിഷ അയാളുടെ അടിമകൾ ആഷ്കലോൺ, ഡീനാക്കു പണം കൊടുക്കൽ, പട്ടണത്തിലേക്ക് ചെന്നപ്പോഴത്തെ ബഹളം, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. ഫിലിസ്തീർ നിമിത്തം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകണമായിരുന്നു. അതെൻ്റെ വിധിയാണ്. എന്തു പറഞ്ഞാലും സ്നേഹത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും പ്രകടനം ഒന്നുപോലെ തന്നെ. ഫിലിസ്തീരുടെ ദേഷ്യം എന്തെന്നും മനസ്സിലാക്കാതിരുന്ന എൻ്റെ ഹൃദയം അവരുടെ സ്നേഹത്താൽ മുറിവേറ്റിരിക്കുന്നു. അത്ഭുതം കണ്ടപ്പോൾ അവരുടെ ആഹ്ലാദ തിമിർപ്പ്, ഗുരു എവിടെയാണെന്ന് നമ്മളെ കൊണ്ട് പറയിക്കാൻ നമ്മളെ തടഞ്ഞു വെക്കാൻ പോലും തയ്യാറായിരുന്നു. എത്രയധികം ശബ്ദമുണ്ടാക്കി അല്ലേ ജോൺ? പട്ടണമാകെ തിളച്ചു മറിയുകയായിരുന്നു. ദേഷ്യം പിടിച്ചവർ യഹൂദരെ അടിക്കാനായി തിരയുകയായിരുന്നു. ഒരു ന്യായവും അവർ ശ്രദ്ധിച്ചില്ല. നന്മ ലഭിച്ചവർ ഒരു ദൈവം അതിലെ കടന്നുപോയി എന്ന് ലഹളക്കാരെ ബോധ്യപ്പെടുത്താൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല. എന്തൊരു ബഹളമായിരുന്നു! കുറെ നാളത്തേക്ക് സംസാരത്തിന് വിഷയമായി. പ്രശ്നം ഇതാണ്, അവർ നാവുകൊണ്ടെന്നതിനേക്കാൾ കുറുവടിയെടുത്താണ് സംസാരിക്കുന്നത്. ആകട്ടെ, അത് അവരുടെ കാര്യം, ഇഷ്ടം പോലെ ചെയ്യട്ടെ, തോമസ് പറയുന്നു. എന്നാലും അവർ ചീത്തയാളുകളല്ല, ജോൺ അഭിപ്രായപ്പെടുന്നു. അല്ല, ധാരാളം കാരണങ്ങളാൽ അവർ അന്ധരായിരിക്കുന്നത് കൊണ്ടാണിതെല്ലാം, തീഷ്ണൻ പറയുന്നു. കുറേ ദൂരം നടന്നിട്ടും ഈശോ ഒന്നും പറയുന്നില്ല. കുറെ കഴിഞ്ഞ് പറയുന്നു, ഇവിടെ നിന്ന് ഞാൻ കുന്നിൻ്റെ മുകളിലുള്ള ഗ്രാമത്തിലേക്ക് പോകുകയാണ്. നിങ്ങൾ ആഷ്ദോദിലേക്ക് ചെല്ലണം. എല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്യുക. ശാന്തതയും ക്ഷമയും കാരുണ്യവും ഉള്ളവരായിരിക്കും. അവർ നിങ്ങളെ പരിഹസിച്ച് ചിരിച്ചാൽ പോലും ഇന്നലെ മാത്യു ചെയ്തതുപോലെ സമാധാനത്തോടെ അത് സഹിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കും. സൂര്യാസ്തമനത്തിൽ ആഷ്ദോദിന് സമീപയുള്ള കുളത്തിൻകരയിലേക്ക് പോകണം. അവിടെ നമുക്ക് ഒരുമിച്ച് കൂടാം. എൻ്റെ കർത്താവേ, നീ ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഈ ആളുകൾ വലിയ ക്രൂരന്മാരാണ്, അതിനാൽ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയായിരിക്കുകയില്ല, കറിയൂത്തുകാരൻ പറയുന്നു. എന്നെ വിചാരിച്ച് നീ പേടിക്കേണ്ട, യൂദാസേ, പോയിക്കൊള്ളൂ. നിന്റെ കാര്യത്തിൽ വിവേകം പാലിക്കൂ. ദൈവം നിന്നോടുകൂടെ. ദൈവത്തിൻ്റെ സമാധാനവും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തോലന്മാർ 12 പേരും പോകുന്നു. വലിയ ഉത്സാഹമൊന്നുമില്ല. അവർ പോകുന്നത് സ്വല്പം സമയം നോക്കി നിന്ന ശേഷം ഈശോ തണലും കുളിർമയുമുള്ള വഴിയിലൂടെ കുന്നുകയറുന്നു. ഒലിവ്, വാൾനട്ട്, അത്തി മുതലായ ഫലവൃക്ഷങ്ങളും ധാരാളം മുന്തിരിത്തോട്ടങ്ങളും പുഷ്ടിയോടെ എല്ലായിടത്തും വളരുന്നു. സമതലങ്ങളിൽ ധാന്യകൃഷികൾ, മലഞ്ചെരുവുകളിലെ പുൽമേടുകൾ, വെള്ളരോമമുള്ള ആടുകൾ മേയുന്നുണ്ട്. ഗ്രാമത്തിലെ ആദ്യ വീടുകൾക്ക് സമീപേ ഈശോ എത്തി. വീട്ടിൽ കയറുന്നതിന് മുമ്പേ വിചിത്രമായ ഒരു ഘോഷയാത്ര കാണുന്നു. സ്ത്രീകൾ കൂക്കി വിളിക്കുന്നു. പുരുഷന്മാർ വിലാപസ്വരത്തിൽ കൂവുന്നു. ഒരു തരം നൃത്തവും ചെയ്യുന്നു. കണ്ണുമൂടി കെട്ടിയ ഒരു മുട്ടാടിൻ്റെ ചുറ്റുമാണ് നൃത്തം. ഇടയ്ക്കിടയ്ക്ക് ആടിനെ അടിക്കുന്നുണ്ട്. ആടിൻ്റെ മുട്ടുകൾ പൊട്ടി രക്തം ഒലിക്കുകയാണ്. വഴിയിലുള്ള കല്ലുകൾ തട്ടി അത് പല പ്രാവശ്യം വീഴുന്നുണ്ട്. മറ്റൊരു സംഘം ആളുകൾ കൂവിക്കൊണ്ട് വളരെ വിരൂപമായി കൊത്തിയെടുത്തിട്ടുള്ള ഒരു പ്രതിമയുടെ ചുറ്റുമായി നീങ്ങുന്നു. അതിന് വണങ്ങുന്നതിന് പാത്രങ്ങളിൽ തീക്കനൽ വെച്ച് അതിൽ എന്തോ സാധനവും ഉപ്പുമിട്ട് തീ കെടാതെ സൂക്ഷിക്കുന്നു. ടർപ്പൻറ്റൈൻ പോലുള്ള ഗന്ധവും പൊട്ടുന്ന സ്വരവുമുണ്ട്. വേറൊരു സംഘം ആളുകൾ ഒരു മന്ത്രവാദിയുടെ ചുറ്റുമുണ്ട്. ഇപ്രകാരമെല്ലാം അട്ടഹസിച്ച് പറഞ്ഞുകൊണ്ട് അവരെല്ലാം അയാളെ താണു വണങ്ങുന്നു. നിന്റെ ശക്തി കൊണ്ട്, പുരുഷന്മാർ. നിനക്ക് മാത്രമേ കഴിയൂ, സ്ത്രീകൾ. ദേവനെ പ്രാർത്ഥിക്കൂ, പുരുഷന്മാർ. കൂടോത്രം മാറ്റുക, സ്ത്രീകൾ. മാത്രിക്കോസിനോട് കൽപ്പിക്കൂ, സ്ത്രീയെ രക്ഷിക്കൂ. അനന്തരം എല്ലാവരും കൂടെ പൈശാചികമായ രീതിയിൽ കൂവിപ്പറയുന്നു. മന്ത്രം ചെയ്തവളെ കൊന്നുകളയണം. വീണ്ടും ആവർത്തിച്ചു പറയുന്നു. നിന്റെ ശക്തിയാൽ നിനക്ക് മാത്രമേ കഴിയൂ. ദേവനോട് കൽപ്പിക്കൂ, ഞങ്ങളൊന്ന് കാണട്ടെ. മുട്ടാടിനോട് കൽപ്പിക്കൂ, മന്ത്രവാദിനിയെ കാണിച്ചു തരാൻ. വീണ്ടും പൈശാചിക രീതിയിൽ.
ഫാറായുടെ വീടിനോട് വെറുപ്പുള്ള ആൾ ആരാണ്? ഒടുവിലത്തെ സംഘത്തിൽപ്പെട്ട് ഏറ്റവും പിന്നിലായിരുന്ന ഒരു മനുഷ്യനെ വിളിച്ച് ഈശോ ചോദിക്കുന്നു. എന്താണിത്? ഞാനൊരു പരദേശിയാണ്. ഘോഷയാത്ര സ്വല്പസമയത്തേക്ക് നിന്നു. ആടിനെ അടിക്കാനും താലങ്ങളിലെ തീയൊന്ന് ശരിയാക്കാനുമായി ആ മനുഷ്യൻ വിവരിച്ചു പറയുന്നു. മഗ്ദലാദിലെ തലവനായ ഫാറായുടെ ഭാര്യ പ്രസവത്തിൽ മരിക്കാൻ പോവുകയാണ്. അവളോട് വിരോധമുള്ള ആരോ മന്ത്രം ചെയ്തിരിക്കുന്നു. ഗർഭപാത്രം വളരെ വലുതായിട്ട് കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുന്നില്ല. അവൾക്കെതിരെ മന്ത്രം ചെയ്ത സ്ത്രീയെ ഞങ്ങൾ തേടുകയാണ്. അവളെ കൊല്ലും. അങ്ങനെ മാത്രമേ ഫാറായുടെ ഭാര്യയെ രക്ഷിക്കാൻ കഴിയൂ. ഇത് ചെയ്ത മന്ത്രവാദിനിയെ കണ്ടുപിടിച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ മുട്ടാടിനെ ഞങ്ങൾ ബലി കഴിക്കും. മാത്രികൂസ് ദേവത കനിഞ്ഞ് ഫാറായുടെ ഭാര്യയെ രക്ഷിക്കും. നിർത്തൂ. ആ സ്ത്രീയെ സുഖപ്പെടുത്തി അവളുടെ മകനെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. പുരോഹിതനോട് പറയൂ. ഈശോ സംസാരിച്ച മനുഷ്യനോടും ഈശോയുടെ അടുത്തേക്ക് വന്ന വേറെ 2 മനുഷ്യരോടും പറയുന്നു. നീ ഒരു വൈദ്യനാണോ? വൈദ്യനേക്കാൾ കൂടിയ ആളാണ്. ആ 3 ആളുകളും ആൾക്കൂട്ടത്തിനിടയിൽ കൂടി തള്ളിക്കയറി വിഗ്രഹ ആരാധകനായ പുരോഹിതന്റെ പക്കൽ വിവരം അറിയിക്കുന്നു. വാർത്ത എല്ലാവരിലും എത്തി. നീങ്ങി തുടങ്ങിയിരുന്ന ഘോഷയാത്ര നിശ്ചലമായി. നാനാവർണ്ണങ്ങളിലുള്ള പഴന്തുണികൾ അണിഞ്ഞ് ശ്രദ്ധേയനായിരിക്കുന്ന പുരോഹിതൻ തലകൊണ്ട് ആംഗ്യം കാട്ടി ഈശോയെ വിളിച്ചുകൊണ്ട് ആജ്ഞാപിക്കുന്നു. യുവാവേ, ഇവിടെ വരൂ. ഈശോ അടുത്തു ചെന്നപ്പോൾ പറയുന്നു, നീ പറയുന്നത് സത്യമാണോ? നീ പറയുന്നത് സംഭവിച്ചില്ലെങ്കിൽ മന്ത്രവാദിനിയുടെ അരൂപി പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കരുതും. അവൾക്ക് പകരം നിന്നെ ഞങ്ങൾ കൊല്ലുകയും ചെയ്യും. ഞാൻ പറയുന്നത് സത്യമാണ്. ഉടനെ തന്നെ ആ സ്ത്രീയുടെ പക്കലേക്ക് എന്നെ കൊണ്ടുപോകൂ. അതിനിടക്ക് മുട്ടാടിനെ എനിക്ക് തന്നേക്കൂ. എനിക്കതിനെ ആവശ്യമുണ്ട്. അതിൻ്റെ കണ്ണുമൂടി കെട്ടിയിരിക്കുന്ന കെട്ടഴിച്ച് ഇങ്ങു കൊണ്ടുവരൂ. അവർ അങ്ങനെ ചെയ്യുന്നു. രക്തമൊലിച്ച് വേച്ചു വന്ന ആടിനെ ഈശോ സ്നേഹത്തോടെ തലോടുന്നു. നല്ല പുഷ്ടിയുള്ള കറുത്ത രോമം. ഇനി ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കണം. അത് നിങ്ങൾ ചെയ്യുമോ? ചെയ്യും. എല്ലാവരും കൂടി ഉച്ചത്തിൽ പറയുന്നു. നമുക്ക് പോകാം. ഇനി കൂവരുത്. തീ കത്തിക്കുകയും വേണ്ട. അവർ ഗ്രാമത്തിൽ പ്രവേശിച്ച് ഒരു ഫലവൃക്ഷത്തോട്ടത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിലേക്ക് പോകുന്നു. മലർക്കെ തുറന്നിട്ടിരിക്കുന്ന വാതിലുകളിലൂടെ കരച്ചിലും പ്രലാപനവും കേൾക്കാം. എല്ലാറ്റിലും തെളിവായി പ്രസവവേദന സഹിക്കാനും പ്രസവിക്കാനും കഴിയാതെ വലിയ സ്വരത്തിൽ നിലവിളിക്കുന്ന സ്ത്രീയുടെ ദയനീയ സ്വരവും കേൾക്കാം. അവർ ഓടിച്ചെന്ന് ഫാറായോട് വിവരം പറയുന്നു. അയാൾ വിളറി വെളുത്ത് വേദന നിറഞ്ഞ മുഖത്തോട് വരുന്നു. കൂടെ കരയുന്ന 2 സ്ത്രീകളും ദുർഗുണരായ ഏതാനും മന്ത്രവാദികളും ഉണ്ട്. കുന്തിരിക്കവും ചില ഇലകളും പുകയ്ക്കുന്ന താലങ്ങൾ മന്ത്രവാദികളുടെ കയ്യിലുണ്ട്. എൻ്റെ ഭാര്യയെ രക്ഷിക്കണമേ, എൻ്റെ മകളെ രക്ഷിക്കണമേ, അവളെ രക്ഷിക്കൂ, അവളെ രക്ഷിക്കൂ. ആ മനുഷ്യനും വൃദ്ധയായ ഒരു സ്ത്രീയും ജനക്കൂട്ടവുമാണ് ഇത് പറയുന്നത്. ഞാൻ അവളെയും അവളുടെ മകനെയും രക്ഷിക്കും. കുഞ്ഞു നല്ല ആരോഗ്യമുള്ള ആൺകുട്ടിയാണ്. അവൻ്റെ കണ്ണ് വെളുഞ്ഞ ഒലിവുകായുടെ നിറത്തിലാണ്. നല്ല കറുത്ത മുടി. ഈ ആടിൻ്റെ രോമത്തിൻ്റെ നിറം. നീ എങ്ങനെ അതറിഞ്ഞു? എന്ത്? ഗർഭപാത്രത്തിനുള്ളിലേക്ക് നിനക്ക് കാണാമോ? എല്ലാം ഞാൻ കാണുന്നു. എല്ലാറ്റിനെയും അകവും അറിയുന്നു. എനിക്കെല്ലാം അറിയാം. എനിക്കെല്ലാം ചെയ്യാം. ഞാൻ ദൈവമാണ്. ഇത് പറഞ്ഞപ്പോൾ നിമിഷത്തിനകം എല്ലാവരും മരിച്ചതുപോലെ നിലത്ത് വീണു. ഇടിവെട്ടിയാൽ എന്നതിനേക്കാൾ അഘാതമേറ്റു. എഴുന്നേൽക്കൂ, ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ശക്തനായ ദൈവമാണ്. എൻ്റെ അടുത്ത് വേറെ ദേവന്മാർമൊന്നും ഉണ്ടാവുകയില്ല. തീ കൂട്ടിയ ആ വിഗ്രഹം അതിലിട്ട് ദഹിപ്പിക്കൂ. ജനം പ്രതിഷേധിക്കുന്നു. അവരുടെ ദേവിയെ തീയിലിട്ട് ദഹിപ്പിക്കാൻ പറയുന്നു. ദൈവത്തെ ആർക്കും സംശയം. പുരോഹിതന്മാർക്ക് വലിയ വിരോധം. എന്നാൽ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഫാറായും അയാളുടെ അമ്മായിയമ്മയും ജനത്തെ എതിർക്കുന്നു. അയാൾ ആ നാട്ടിലെ പ്രമാണിയായതുകൊണ്ട് ജനം വിധേയത്വം കാണിക്കുകയാണ്. എങ്കിലും ആ മനുഷ്യൻ ഈശോയോട് ചോദിക്കുകയാണ്, നീയൊരു ദേവനാണെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? എനിക്കൊരു അടയാളം കാണിച്ചു തരിക. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് നീ ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്യിക്കാം. നോക്കൂ, ഈ മുട്ടാടിൻ്റെ മുറിവുകൾ നീ കാണുന്നില്ലേ? അവ കീറി തുറന്നിരിക്കുന്നു അല്ലേ? രക്തം ഒഴുകുന്നുമുണ്ട് ഇല്ലേ?
ആ മൃഗം ചത്തതുപോലെ ആയിരിക്കുന്നു. കൊള്ളാം, ഇത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നോക്കൂ. ആ മനുഷ്യൻ നോക്കി വിളിച്ചു പറയുന്നു, മുറിവുകളൊന്നും ഇപ്പോഴില്ല. അയാൾ നിലത്ത് വീണ് കേടന്വേഷിക്കുന്നു, എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യ. എന്നാൽ പ്രദക്ഷിണം നയിച്ച പുരോഹിതൻ ഫാറായെ ഭീഷണിപ്പെടുത്തി പറയുന്നു, ഫാറ സൂക്ഷിക്കണം, ഇയാൾ ആരാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ദേവന്മാരുടെ പകവീട്ടൽ ഉണ്ടാകും, നീ ഭയപ്പെടണം. ആ മനുഷ്യന് 2 ഭയമുണ്ട് ഇപ്പോൾ, ദേവന്മാരെയും ഭാര്യയുടെ മരണത്തെയും. അയാൾ ചോദിക്കുന്നു, നീ ആരാണ്? ആയിരിക്കുന്നവൻ ആരോ അവനാണ് ഞാൻ. സ്വർഗത്തിൻ്റെയും ഭൂമിയിലുമായിരിക്കുന്നവനാണ് ഞാൻ. എല്ലാ ശക്തികളും എനിക്ക് അധീനമാണ്. എല്ലാ ചിന്തകളും ഞാൻ അറിയുന്നുണ്ട്. സ്വർഗവാസികൾ എന്നെ ആരാധിക്കുന്നുണ്ട്, നരകവാസികൾ എന്നെ ഭയപ്പെടുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ അനേകം അത്ഭുതങ്ങൾ ചെയ്യപ്പെടുന്നതോ കാണാൻ ഇടയാകും. ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ പേര്? ഈശോ, ക്രിസ്തു, അവതരിച്ച കർത്താവ്. ആ വിഗ്രഹം കത്തിച്ചു കളയൂ. എൻ്റെ അരികിൽ ദേവന്മാരുടെ സാന്നിധ്യം ഞാൻ സഹിക്കുകയില്ല. താലങ്ങളിലെ തീയ് കെടുത്തുക. എൻ്റെ അഗ്നി മാത്രമാണ് ശക്തിയുള്ളതും മനസ്സിലാകുന്നതും. അനുസരിക്കൂ. ഇല്ലെങ്കിൽ ആ വ്യർത്ഥ വിഗ്രഹത്തെ ഞാൻ തന്നെ കത്തിക്കും. ആരെയും രക്ഷിക്കാതെ ഞാൻ കടന്നു പോകുകയും ചെയ്യും. വെള്ള അങ്കിയും നീല നിറമുള്ള പുറംകുപ്പായം ധരിച്ച് ആജ്ഞാരൂപത്തിൽ കൈകളുയർത്തി പ്രകാശമുള്ള മുഖത്തോടെ നിൽക്കുന്ന ഈശോ പേടി ഉളവാക്കുന്നു. അവർക്കെല്ലാം പേടിയായി. ആരും ഒന്നും പറയുന്നില്ല. ആ നിശബ്ദതയിൽ സ്ത്രീയുടെ കരച്ചിൽ ഹൃദയം വേദിക്കുമാറ് തെളിവായി കേൾക്കുന്നു. എന്നിട്ടും അനുസരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഈശോയുടെ മുഖം മാനുഷിക കണ്ണുകൾക്ക് കൂടുതൽ കൂടുതൽ ഭയമുളവാക്കുന്നു. പദാർത്ഥങ്ങളെയും ആത്മാക്കളെയും ദഹിപ്പിക്കുന്ന അഗ്നി തന്നെയാണത്. ചെമ്പു പാത്രങ്ങളിലാണ് ആദ്യം അത് അനുഭവപ്പെട്ടത്. അവയുടെ ചൂട് വർദ്ധിച്ചതിനാൽ പിടിക്കാൻ കഴിയാതെ അത് വഹിച്ചിരുന്നവർ അവ ദൂരെ എറിഞ്ഞു. വിഗ്രഹത്തെ മഞ്ചത്തിൽ വെച്ച് തോളിൽ വെച്ചിരിക്കുന്നവർക്ക് മഞ്ചത്തിൻ്റെ താങ്ങുകൾ അഗ്നിയായി അനുഭവപ്പെട്ടതിനാൽ മഞ്ചം അവർ നിലത്ത് വെച്ചു. ഉടനെ തന്നെ വിഗ്രഹത്തിന് തീ പിടിച്ചു. ജനം ഭയപ്പെട്ട് നാനാവഴിക്ക് വിരണ്ടോടി. ഈശോ ഫാറായുടെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു, എൻ്റെ ശക്തിയിൽ നിനക്കും ശരിക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ ശരിക്ക് വിശ്വസിക്കുന്നു. നീ ദൈവമാണ്. നീ ദൈവമായ ഈശോയാണ്. അല്ല, ഞാൻ ദൈവത്തിൻ്റെ വചനമാണ്, ഇസ്രയേലിൻ്റെ യഹോവയായ പിതാവിൻ്റെ വചനം. ഞാൻ മാംസവും രക്തവും ആത്മാവും ദൈവത്വവും ധരിച്ച് മനുഷ്യരെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. അത്യുന്നത സ്വർഗത്തിലായിരിക്കുന്ന ഏകവും തൃത്വവുമായ സത്യദൈവത്തിൽ വിശ്വസിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നത്. അബദ്ധങ്ങൾ ഉപേക്ഷിച്ച് സത്യത്തിലേക്ക് വരാൻ മനുഷ്യരെ സഹായിക്കാനും അവർക്ക് കാരുണ്യം നൽകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. മോശയുടെയും പ്രവാചകന്മാരുടെയും ദൈവമായ ഏകദൈവമാണ് സത്യദൈവം. ഇനി നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എനിക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നു. ഈശോ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതേയില്ല. കൈകൾ നീട്ടിക്കൊണ്ട് ആ സാധുസ്ത്രീയുടെ മുറിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ഉച്ചത്തിൽ പറയുന്നു, ദൈവമാകുന്ന പ്രകാശത്തിൻ്റെ കൽപ്പനയാൽ ദൈവിക പ്രകാശം മനസ്സിലാകുന്നതിനായി പ്രകാശത്തിലേക്ക് ഇറങ്ങി വരിക. ലാസറസിൻ്റെ കുഴിമാടത്തിൽ നിന്നും പറഞ്ഞതുപോലെ തന്നെയാണ്. ഈശോയുടെ സ്വരം ഇടിനാദം പോലെ ഒരു സ്വരം. അതിനു പിന്നാലെ പ്രതിധ്വനി പോലെ വിജയത്തിൻ്റെയും വിലാപത്തിൻ്റെയും സമ്മിശ്രമായ ഒരു സ്വരം. അതേ തുടർന്ന് നവജാത ശിശുവിൻ്റെ ദയനീയ കരച്ചിൽ. കുഞ്ഞിൻ്റെ സ്വരം കൂടുതൽ കൂടുതൽ ശക്തിയുള്ളതായി തീരുന്നു. ഭൂമിയെ അഭിവാദ്യം ചെയ്ത് നിന്റെ മകൻ കരയുന്നു. അവൻ്റെ അടുത്ത് ചെന്ന് പറയൂ, നിന്റെ പിതൃരാജ്യം സ്വർഗമാണ്, ഭൂമിയല്ല എന്ന്. ഇപ്പോഴും എപ്പോഴും ഇതവനെ പഠിപ്പിക്കണം. സ്വർഗത്തിനായി അവനെ വളർത്തുക. നീയും അത് തന്നെ ചെയ്യുക. സത്യമാണ് നിന്നോട് സംസാരിക്കുന്ന ഞാൻ. ആ വസ്തുക്കൾ, വിഗ്രഹത്തിന് ധൂപിച്ച താലങ്ങളും വിഗ്രഹം കത്തിയെരിഞ്ഞ ചാമ്പലും ചൂണ്ടിക്കാണിച്ച് ഈശോ പറയുന്നു, രക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്യാത്ത അസത്യങ്ങളാണവ. ദൈവം നിന്നോടുകൂടെ. ഈശോ പോകാൻ തുടങ്ങുന്നു. എന്നാൽ ഒരു ചുടക്കുട്ടൻ ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ഒരു സ്ത്രീ ഓടി വരുന്നു. വെണ്മയുള്ള പിള്ളക്കച്ചകളാൽ അവനെ പൊതിഞ്ഞിരിക്കുകയാണ്. കുട്ടി ആണാണ്. ഫാറ. അവൻ സുന്ദരനും നല്ല ശക്തിയുള്ളവനുമാണ്. പഴുത്തൊലിവിൻ്റെ നിറമാണ് അവൻ്റെ കണ്ണുകൾക്ക്.
ഒരു ആട്ടിൻകുട്ടിയുടെ രോമത്തേക്കാൾ വാർദ്ധവമുള്ളത് തിങ്ങി വളരുന്നതും കറുത്തതുമാണ് അവൻ്റെ തലമുടി. നിന്റെ ഭാര്യ സന്തോഷവതിയായി വിശ്രമിക്കുകയാണ്. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾക്ക് വേദന അല്പം പോലുമില്ല. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. മരിക്കാൻ തുടങ്ങിയ അവൾ ആ വാക്കുകൾക്ക് ശേഷം ഈശോ പുഞ്ചിരി തൂകുന്നു. ആ മനുഷ്യൻ ശിശുവിനെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുചെന്നപ്പോൾ ഈശോ അതിൻ്റെ തലയിൽ തൻ്റെ വിരലുകളുടെ അഗ്രം കൊണ്ട് അതിനെ സ്പർശിക്കുന്നു. ജനങ്ങളെല്ലാം ചുറ്റും കൂടി കുഞ്ഞിനെ കാണുകയും ഈശോയെ നോക്കുകയും ചെയ്യുന്നു. പുരോഹിതന്മാർ മാത്രം ഫാറയുടെ മനസ്സുമാറ്റത്തിൽ കുപിതരായി അനിഷ്ടം കാണിച്ച് വെറുപ്പോടെ സ്ഥലം വിടുന്നു. ഈശോയ്ക്ക് ധാരാളം സമ്മാനങ്ങളും പണവും കൊടുത്താൽ കൊള്ളാമെന്ന് ഫാറ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ കാരുണ്യത്തോടെ എന്നാൽ അധികാരത്തോടെ പറയുന്നു, ഒന്നും വേണ്ട. ഒരു അത്ഭുതത്തിന് വിലയായി കൊടുക്കേണ്ടത് അത് നൽകിയ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. നിങ്ങളുടെ പട്ടണത്തെ അനുസ്മരിക്കാൻ ഈ മുട്ടാടിനെ ഞാൻ സ്വീകരിക്കുന്നു. ആടുമായി ഈശോ പോകുന്നു. സ്വന്തം യജമാനൻ്റെ കൂടെ എന്നായതുപോലെ ആട് ഈശോയോട് ചേർന്ന് നടക്കുന്നു. അതിൻ്റെ മുറിവുകളെല്ലാം സുഖപ്പെട്ടല്ലോ. അതിന് സന്തോഷമാണ്. അതിനെ അടിക്കാത്തതിനാൽ സന്തോഷം പ്രകടമാക്കി അത് കരയുന്നുമുണ്ട്. അവർ കുന്നിൻ ചെരുവുകളിലൂടെ താഴേക്കിറങ്ങി ആഷ്ദോദിലേക്കുള്ള വഴിയിലൂടെ പോകുന്നു. സന്ധ്യയായപ്പോൾ കുളത്തിന് സമീപേ എത്തി. അപ്പസ്തോലന്മാർ വരുന്നതും ഈശോ കാണുന്നു. പരസ്പരം വിസ്മയത്തോടെ വീക്ഷിക്കുകയാണ്. കാരണം ഈശോയുടെ കൂടെ ഒരു മുട്ടാട്. അപ്പസ്തോലന്മാരുടെ മുഖത്ത് ഒന്നും നേടാൻ കഴിയാത്തതിൻ്റെ നിരാശ. ഗുരുവേ, ഇന്ന് ദുരിതമായിരുന്നു. അവർ ഞങ്ങളെ തല്ലിയില്ല, എന്നാൽ ഓടിച്ച് പട്ടണത്തിന് വെളിയിലാക്കി. നാട്ടിൻപുറങ്ങളിലൂടെ ഞങ്ങൾ അലഞ്ഞു നടന്നു. സ്വല്പം ഭക്ഷണം കിട്ടി, പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്നാലും ഞങ്ങൾ കാരുണ്യമാണ് കാണിച്ചത്. നിരാശയോടെ അവർ പറയുന്നു, അത് സാരമില്ല. കഴിഞ്ഞ വർഷം ഹെബ്രോണിൽ നമ്മെ അവർ ഓടിച്ചതല്ലേ. എന്നാൽ ഈ പ്രാവശ്യം അവർ ബഹുമാനിച്ചു. മനസ്സിടിയരുത്. ഗുരുവിൻ്റെ അനുഭവം എന്തായിരുന്നു? എന്താ ഒരാട്? ഞാൻ മാഗ്ദലാദിലേക്ക് പോയി. അവിടെ ഒരു വിഗ്രഹം, അതിന് ധൂപമർപ്പിച്ചിരുന്ന താലങ്ങളും തീ വെച്ച് നശിപ്പിച്ചു. ഒരു ആൺകുട്ടിയുടെ ജനനം സുഖകരമാക്കി. അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് സത്യദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അത്ഭുതങ്ങൾ ചെയ്താണ് പ്രസംഗം നടത്തിയത്. വിഗ്രഹ ആരാധനയുടെ ഭാഗമായി പൂജക്ക് കൊണ്ടുപോയ ആടിനെ സമ്മാനമായി ഞാൻ സ്വീകരിച്ചു. പാവമാട്. അതിൻ്റെ ദേഹം മുഴുവൻ മുറിവുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഒരു നല്ല മൃഗം, വിഗ്രഹത്തിന് കൊടുക്കാൻ വെച്ചിരുന്ന പരിശുദ്ധ മൃഗം. ഇപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. അവരുടെ തടിക്കഷ്ണമല്ല, ശക്തനായവൻ ഞാനാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ ചെയ്ത ആദ്യത്തെ അത്ഭുതം. അതിനെ എന്തു ചെയ്യാൻ പോകുകയാണ്? ഞാൻ ഇതിനെ മാർജിയാമിന് കൊടുക്കാൻ കൊണ്ടുപോകുകയാണ്. ഇന്നലത്തെ പാവ, ഇന്നത്തെ ആട് അവന് സന്തോഷമാകും. ബത്തേർ വരെ ഈ വഴിയെല്ലാം അതിനെ കൂടെ കൊണ്ടുപോകാനാണോ? തീർച്ചയായും. അതിനെന്താ ബുദ്ധിമുട്ട്? ഞാനൊരു ഇടയനാണെങ്കിൽ തീർച്ചയായും എനിക്ക് ഒരാടുണ്ടായിരിക്കണം. മുട്ടാട്. നമുക്കതിനെ സ്ത്രീകളെ ഏൽപ്പിക്കാം. അവർ അതിനെയും കൊണ്ട് ഗലീലയിലേക്ക് പോയിക്കൊള്ളും. നമുക്കൊരു പെണ്ണാട്ടിൻകുട്ടിയെ കണ്ടുപിടിക്കണം. സൈമൺ, ചെറിയ ആടുകളുടെ ഇടയൻ നീയായിരിക്കണം. അവ ചെമ്മരിയാടുകളായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ ലോകത്തിൽ ചെമ്മരിയാടുകളേക്കാൾ കൂടുതലുള്ളത് കോലാടുകളാണ്. ഇതൊരു പ്രതീകമാണ്. എൻ്റെ പ്രിയപ്പെട്ട പത്രോസേ, നീ ഇത് ഓർത്തു കൊള്ളണം. നിന്റെ ത്യാഗങ്ങൾ കൊണ്ട് മുട്ടാടുകളെ നീ ചെമ്മരിയാട്ടിൻ കുട്ടികളാക്കും. വരൂ, നമുക്ക് ആ ഫലവൃക്ഷ തോട്ടത്തിനുള്ളിലുള്ള ഗ്രാമത്തിലേക്ക് പോകാം. ഒന്നുകിൽ ആ വീടുകളിൽ രാത്രി താമസിക്കാം, അല്ലെങ്കിൽ വയലുകളിൽ കൊയ്ത്തു കെട്ടിവെച്ചിരിക്കുന്ന കറ്റയുടെ പുറത്ത് കിടന്നുറങ്ങാം. രാവിലെ ജെമിനീർ ലക്ഷ്യമാക്കി പുറപ്പെടാം. അപ്പസ്തോലന്മാർക്ക് വിസ്മയം, ദുഃഖം, നിരാശ. അത്ഭുതങ്ങൾ കേട്ടതിൻ്റെ വിസ്മയം. ഈശോയ്ക്ക് എല്ലാം ചെയ്യാൻ കഴിയും, തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന നിരാശ. എന്നാൽ അവന് നല്ല സന്തോഷം. അവരെ ബോധ്യപ്പെടുത്തുന്നതിലും അവൻ വിജയിച്ചു. ഉപകാരമില്ലാത്തതായി ഒന്നുമില്ല. പരാജയം പോലും ഉപകാരമുള്ളതാണ്. കാരണം അത് നിങ്ങളെ എളിമയുള്ളവരാക്കുന്നു. നേരെ മറിച്ച് പ്രസംഗം നിങ്ങളെ പ്രസിദ്ധരാക്കുന്നു. എൻ്റെ പേര് മുഴങ്ങും, ഹൃദയങ്ങളിൽ ഒരോർമ്മയായി നിലകൊള്ളും. ഈശോ സന്തോഷം കൊണ്ട് നിറഞ്ഞവനാണ്. അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നല്ല കഴിവും. അതിനാൽ അവരും സന്തോഷചിത്തരായി കഴിഞ്ഞിരിക്കുന്നു.